ഞങ്ങൾ എങ്ങോട്ടാണ് പോണേന്നല്ലേ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ദൂരെ എങ്ങോട്ടല്ല കേട്ടോ, ഇവിടെ അടുത്തോട്ട് തന്നെയാണ് പോകുന്നത്. ഒരു ശനിയാഴ്ച വൈകുന്നേരം, അതെ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ശനിയാഴ്ച വൈകുന്നേരം. കാരണം അടുത്ത ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളും ഓഫീസും ഒന്നുമില്ലാത്ത ദിവസം. അങ്ങനെ ഞാനും മണിക്കൂട്ടിന് പുറത്തോട്ട് എപ്പോൾ പോകുമ്പോഴും ഞങ്ങളുടെ മുന്നിൽ ആദ്യം ചാടി കയറിയിരിക്കും ഈ കുരുപ്പ്. അങ്ങനെ അവനെയും കൊണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഈ വീഡിയോ എടുക്കുന്നതിന് മണിക്കൂട്ടിൻ്റെ എനിക്ക് ആവോളം ചീത്ത കേട്ടു. പക്ഷേ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോ എടുക്കൽ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ പോയതോ എളമക്കരയിലെ ഫേമസ് ആയിട്ടുള്ള സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? കറുകപ്പള്ളി. ഓൾമോസ്റ്റ് ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, ഒരുപാട് ഹോട്ടലുകളും കടകളും എല്ലാം ഉള്ള സ്ഥലം. അങ്ങനെ ഇവിടെ നിന്നാണ് ഞങ്ങൾ എപ്പോഴും ഫുഡ് ഓർഡർ ചെയ്യാറുള്ളത്. അങ്ങനെ ഫുഡ് വാങ്ങിക്കാനുള്ള ഞങ്ങളുടെ യാത്രയായിരുന്നു. ആഴ്ചയിൽ 6 ദിവസം അടുക്കളയിൽ ജോലി എടുക്കുന്ന ഒരു ശരാശരി വീട്ടമ്മയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. ആ കടയിലാണെങ്കിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്, വറുത്തതും പൊരിച്ചതും അങ്ങനെ പലതും. ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷവും കാണാനുണ്ട്. ഇതിനിടയ്ക്ക് വണ്ടിയുടെ സൈലൻസിൽ കൊണ്ട് ഈ കുരുപ്പിൻ്റെ കാല് ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടോ, വളരെ ചെറുതായിട്ടേ പൊള്ളിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനത് കാര്യമാക്കിയില്ല. കാരണം ഒരിക്കലും അടങ്ങി ഒതുങ്ങി ഇരിക്കാത്ത ക്യാരക്ടറാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ പൊട്ടലും ചീറ്റലൊക്കെ ഞങ്ങൾക്ക് സ്ഥിരം ഉള്ളതാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അതേ തൊട്ടപ്പുറത്തെ മതിലുമേ പൂത്ത് നിൽക്കുന്ന പിച്ചിപ്പൂ. വല്ലാത്തൊരു മണം തന്നെ. അടുത്ത വീട്ടിലെ ചെടിയിൽ പൂ കാണുമ്പോൾ പറിക്കാനുള്ള ഒരു ശരാശരി മലയാളിയുടെ ടെൻഡൻസി തന്നെയാണ് എനിക്ക് വന്നത്. ഞാനും പറിച്ചു കുറേ പിച്ചിപ്പൂക്കൾ. അങ്ങനെ നല്ല മണമുള്ള പിച്ചിപ്പൂക്കളും കയ്യിൽ വെച്ചുകൊണ്ട് നിന്നു. ഈ പിച്ചിപ്പൂക്കളും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് തിരിച്ച് ഞങ്ങളുടെ യാത്ര. ഈ യാത്ര ഓർഡർ ചെയ്ത ഭക്ഷണം വാങ്ങിക്കാനായിരുന്നു കേട്ടോ. കാരണം വീട്ടിനകത്ത് വിശന്ന് കാത്തിരിക്കുന്ന 2-3 പേരുണ്ട്. അങ്ങനെ നേരെ ഓർഡർ ചെയ്ത ഭക്ഷണവും വാങ്ങിച്ച് ഞങ്ങളുടെ യാത്ര തുടങ്ങി നേരെ ഞങ്ങൾ വീടെത്തിയതും ആദ്യം ഫുഡ് എടുത്ത് കൊടുത്തത് കിച്ചുവിനാണ് കേട്ടോ. അതെ, ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു. കണ്ടോ, അത് കൊടുത്തപ്പോൾ തന്നെ അവൻ്റെ മുഖത്തിൽ സന്തോഷം. അങ്ങനെ അവന് ഫുഡും കൊടുത്തു. അങ്ങനെ ഇന്ന്